ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ചെറിയൊരു സ്നാക്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ 4 മണിക്ക് എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിപ്പ് വട ഉണ്ടാക്കിയാലോ, അങ്ങനെ പരിപ്പ് വട ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് ഒരു 5 മണിക്കൂർ കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പോളം കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല വൃത്തിയായി കഴുകി ഒന്ന് ചെറിയ മിക്സിൻ്റെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകാതെ ഒന്ന് അടിച്ചെടുക്കാം. അതിലോട്ട് വലിയ ഉള്ളി ആവശ്യത്തിനെടുക്കാം. അതുപോലെ തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പില, അതുപോലെ ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളായിട്ടുള്ള മുളക് പൊടി ഒരൽപ്പം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരൽപ്പം കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് ഒന്ന് നന്നായി കുഴച്ച് ഒന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. ഇനി നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇതുപോലെ പരിപ്പ് വടൻ്റെ ആകൃതിയിൽ നമുക്ക് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഉഴുന്ന് വടയും ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഇതുപോലെ ഉഴുന്ന് ഒന്ന് ചെറുതായി ഒന്ന് അരച്ചെടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വലിയുള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരൽപ്പം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കുരുമുളക് ഒന്ന് ജസ്റ്റ് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ കുരുമുളക് ചതയ്ക്കാതെ ഇടുന്നവരും ഉണ്ട്, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ മിക്സ് മാറ്റി വയ്ക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അധികം ഉഴുന്ന് വടയ്ക്കുള്ള ഉഴുന്ന് ഒരുപാട് അരയാതെ നോക്കണം. ഇതുപോലെ ഒന്ന് തരി ആ ഒരു വിധത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഉഴുന്ന് വടയും നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ പരിപ്പ് വടയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതുപോലെ ഒരുപാട് പണികളൊന്നുമില്ല, ഒരുപാട് ഇൻഗ്രീഡിയൻസോ അങ്ങനെ ഒന്നുമില്ല. കുറച്ച് ഉള്ളി, അതുപോലെ കറിവേപ്പില, മല്ലിയില ഒക്കെ കൊണ്ട് നല്ലൊരു 4 മണി പലഹാരം നമുക്ക് ഇതുപോലെ ചെയ്യാം. അതുപോലെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. കട്ടൻ ചായയും പരിപ്പ് വടയും ഉഴുന്ന് വടയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് നോക്കുന്നവർക്ക് ഈ പരിപ്പ് വടയും ഉഴുന്നുവടയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ പുതിനയില ചട്നിയോ അല്ലെങ്കിൽ നമ്മുടെ തക്കാളി ചട്നിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാവും.